മുകേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം UDF-നെ വലിയ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. പേര് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഏകപക്ഷീയമാണ് കൊല്ലം മണ്ഡലം UDF-ന് എന്ന ധാരണ ആ പേര് വന്നതോടുകൂടി മാറി. ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്നുള്ള നിലയിൽ നിന്നാണ് ഫെബ്രുവരി മാസം 27-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം മുതൽ ഇന്നുവരെയുള്ള ശ്രീ മുകേഷിൻ്റെയും LDF-ൻ്റെയും പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. നിരവധി ചാനലുകൾ, മാധ്യമപ്രവർത്തകർ UDF സ്ഥാനാർത്ഥിയുമായി നടത്തിയ ഇൻ്റർവ്യൂകളിൽ അവരോട് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി താങ്കളുടെ അഭിമുഖങ്ങളിൽ എന്താണ് ഒരു പതർച്ച എന്ന ചോദ്യമുണ്ടായപ്പോൾ അത് കട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ശ്രീ പ്രേമചന്ദ്രൻ, അത് നിങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കാൻ പാടില്ല, അതൊരു ബോധവൽക്കരണം സൃഷ്ടിക്കും, അതെനിക്ക് ദോഷം ചെയ്യുന്നതാണ് എന്ന നിലയിലേക്കാണ് അദ്ദേഹം മാറിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ, LDF-ൻ്റെ സ്ഥാനാർത്ഥിയെ, കൊല്ലത്തിൻ്റെ വികസന നായകനായിട്ടുള്ള ശ്രീ മുകേഷിനെ എണ്ണി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വികസന പദ്ധതികൾ കഴിഞ്ഞ 8 വർഷക്കാലമായി മുകേഷ് കൊല്ലത്തിൻ്റെ MLA ആയിരുന്നു കൊണ്ട് നടത്തിയ 1748 കോടി രൂപയുടെ വികസന പദ്ധതികളെക്കുറിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് LDF. പക്ഷേ 2500 കോടിയുടെ വികസന പദ്ധതികളാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായി കിടക്കുന്നത്. മുകേഷ് പ്രസിദ്ധീകരിച്ച വികസന രേഖയിൽ 1748 കോടി രൂപയുടെ കണക്ക് മാത്രമാണ് പ്രസിദ്ധപ്പെടുത്തിയത്. അതുകൂടാതെ 4435.62 കോടി രൂപയുടെ കൊല്ലം പട്ടണത്തിലെ 3 പ്രധാനപ്പെട്ട റോഡുകൾ, ശക്തികുളങ്ങര മുതൽ മേവറം വരെയും, റെയിൽവേ സ്റ്റേഷൻ, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ മുതൽ മുഖത്തല വരെയും, വാടി മുതൽ സൂചിക്കാരൻ മുക്ക് വഴി ലക്ഷ്മി നടവന്ന് നമ്മുടെ താലൂക്ക് ഓഫീസ് ജംഗ്ഷൻ വരെയുമുള്ള 3 റോഡുകൾ വികസിപ്പിച്ച് നവീകരിക്കാൻ, അതിൻ്റെ ഭൂമി അക്വയർ ചെയ്യാൻ വേണ്ടി 455.62 കോടി രൂപയുടെ ആയിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങളെല്ലാം കൊല്ലം ബീച്ചിൽ വരുന്നവരാണ്. ഇടപ്പള്ളിക്കോട്ടക്കാർ ധാരാളമായി വരുന്ന സ്ഥലമാണ് കൊല്ലം ബീച്ച്. അവിടെ വലിയ ശ്വാസം മുട്ടിക്കുന്ന ഗതാഗത കുരുക്കാണ്. അതിന് പരിഹാരമുണ്ടാക്കാൻ 9.21 കോടി രൂപയുടെ ഒരു സമാന്തര പാലത്തിൻ്റെ ആയി കഴിഞ്ഞു. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കൊല്ലത്ത് നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ, നമ്മുടെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ഓഷനേറിയം എന്ന പദ്ധതി 300 കോടി രൂപയാണ്. 10 കോടി രൂപ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കൊല്ലത്തിൻ്റെ വികസന പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കൊല്ലത്തിനൊരു വികസന കുതിപ്പുണ്ടാവണം. വാചക കസർത്ത് കൊണ്ട് കുതിപ്പുണ്ടാവില്ല. കഴിഞ്ഞ 10 വർഷക്കാലം, പാഴായ 10 വർഷക്കാലം വീണ്ടെടുക്കാൻ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഒന്നടങ്കം തീരുമാനിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ബോധ്യമാവുന്നത്.